ഇന്നത്തെ റെസിപ്പി ചേമ്പ് വഴുതനങ്ങ മസാല. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റെഡ്നെസ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളൊരു പാൻ ആദ്യം വയ്ക്കുക. അതിലേക്ക് നമ്മൾ നെയ്യും കുറച്ച് സഫോള ഓയിലുമാണ് യൂസ് ചെയ്യുന്നത്. അത് ഈ നെയ്യ് അതിലേക്ക് ഒഴിക്കുകയാണ്. അതോടൊപ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ സഫോള ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നെയ്യ് മാത്രമാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് സഫോള ഓയിൽ യൂസ് ചെയ്യുന്നത്. ചേമ്പ് ഇങ്ങനെ നീളം അരിഞ്ഞിട്ട് കുറച്ച് നേരം ഉപ്പിട്ടൊന്ന് വയ്ക്കുക. അതിനുശേഷം കഴുകി എടുക്കുമ്പോൾ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല, അതില്ലാതിരിക്കും കേട്ടോ. ഇനി നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണേ. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ചുവന്നുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ സബോള ആഡ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ചുവന്നുള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ വഴുതനങ്ങ, ഇത് ഏത് വഴുതനങ്ങ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ നീളമുള്ള പച്ച വഴുതനങ്ങ യൂസ് ചെയ്യുന്നത്. വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് അതിൻ്റെ കറ ആവില്ല, അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. നമ്മളിതിൽ വെള്ളം ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് അടച്ച് വെക്കാൻ ഒന്ന് വാടി കിട്ടട്ടെ കേട്ടോ. ആ സമയത്ത് നമ്മളൊരു തക്കാളി എടുക്കുക, കുറച്ച് വേപ്പിൻ്റെ ഇല, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്. ഞാൻ അതിലൊരു പച്ചമുളക് ആഡ് ചെയ്തേക്കുന്നത്. എരിവിനനുസരിച്ച് നമുക്ക് ഇതിൽ കൂട്ടാം. 2 or 3 പച്ചമുളക് ആഡ് ചെയ്യാം. എല്ലാം ഒന്ന് നമ്മുടെ ഉള്ളിയൊക്കെ ചതയ്ക്കുന്നതിൽ ചതച്ചെടുക്കുക കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ഈ സമയത്ത് നമ്മളിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ടേസ്റ്റ് എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാനിത് 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നു. ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഉള്ള എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് വെളിച്ചെണ്ണയേക്കാളും നല്ലത് നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ്, അല്ലെങ്കിൽ നെയ്യ് യൂസ് ചെയ്ത് നല്ല ടേസ്റ്റ് കേട്ടോ. ഇതൊന്ന് വാടി വരട്ടെ. ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇതൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല അത് ആഡ് ചെയ്യാണ്. ഇതിൽ അരിഞ്ഞിടുന്നേക്കാൾ നല്ല ടേസ്റ്റ് നമ്മളിത് ചതച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടി 1 മിനിറ്റ് വയ്ക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി ഒന്ന് വേവാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടി ഒന്ന് ക്ലോസ് ചെയ്ത് വേവിക്കുന്നുണ്ട്. ടൊമാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് ഒന്ന് വലിച്ചെടുക്കാം കേട്ടോ. ഇതിൽ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ആ ടൊമാറ്റോയിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമാണ് നമുക്കിനി ഉണ്ടാവുക. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം. കുറച്ച് മല്ലിയില ഇടാം. ഇത് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് നാരങ്ങനീര് ആഡ് ചെയ്യാം കേട്ടോ. തക്കാളിയുടെ പുളി മതി എന്ന് വെച്ചാൽ അത് മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി നാരങ്ങനീര് ആഡ് ചെയ്യാം. എൻ്റെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അത് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി മല്ലിയില ടോപ്പ് ചെയ്യുന്നുണ്ട്. ചേമ്പ് വഴുതനങ്ങ മസാല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ. ടേക്ക് കെയർ.